പാലായിലെ സെൻറ് തോമസ് സ്കൂളാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. അതായത് ഈ മാസം, അതായത് ജനുവരി മാസം 10-ാം തീയതി ഒരു പ്രധാനപ്പെട്ട ക്രൈം നടന്നു എന്ന് മാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ വന്നൊരു കേന്ദ്രം കൂടിയാണിത്. അതായത് ഒരു 9-ാം ക്ലാസ് വിദ്യാർത്ഥി, ആ 9-ാം ക്ലാസ് വിദ്യാർത്ഥി സഹപാഠികളാൽ ആക്രമിക്കപ്പെടുന്നു, നഗ്നനാക്കപ്പെടുന്നു, അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നു, അത് പ്രചരിപ്പിക്കപ്പെടുന്നു. അതായിരുന്നു അന്ന് പ്രധാന വാർത്തയായി ഉയർന്നു വന്നത്. ഈ കുട്ടിയുടെ രക്ഷിതാവാണ് ഇത് സംബന്ധിച്ചുള്ള പരാതിയുമായി രംഗത്ത് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. തുടർന്ന് പാലാ പോലീസിന് കേസ് നൽകുകയും തുടർന്ന് അന്വേഷണങ്ങളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്നു. ഈ സ്കൂള് നടപടിയെടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നതാണ്. എന്തായാലും അതിനെല്ലാം പിന്നാലെ നിലവിലും അത് അന്വേഷണ പരിധിയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മൾ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ കൂടി വരുന്ന സമയത്ത് വളരെ ഞെട്ടിക്കുന്നത് കുട്ടികൾക്കിടയിലെ കുറ്റകൃത്യം കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ വാഹനത്തിനുള്ളിൽ പോലും കത്തിക്കുത്ത് നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഈ ഒരു 9-ാം ക്ലാസ്സുകാരനെ ഒരു തവണയല്ല ഒന്നിലധികം തവണ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നു. അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നത് എല്ലാം തമാശാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ ആ ഒരു കുട്ടിക്കുണ്ടാകുന്ന മനോവേദനയും പ്രശ്നങ്ങളും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രക്ഷിതാവ് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എനിക്കൊപ്പം പാലയിൽ നിന്ന് തന്നെയുള്ള പൊതുപ്രവർത്തകൻ, കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിൻ്റെ അധ്യക്ഷൻ കൂടിയായ സജി മഞ്ഞക്കടമ്പിൽ ചേരുന്നുണ്ട്. താങ്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സ്കൂളെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ സംഭവത്തെ ഞെട്ടലോടെ ആണ് ആ ഘട്ടത്തിൽ എല്ലാവരും കണ്ടത്? ഞാൻ ഈ സ്കൂളിൻ്റെ ചെയർമാനായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തിച്ചു വന്ന ആളാണ്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഒരു പൂർവ്വ വിദ്യാലയം എന്ന നിലയിൽ ഈ സ്കൂളിലേക്ക് ഇത്ര ഒരു സംഭവം ഉണ്ടായതിനെ സംബന്ധിച്ച് നമുക്ക് ദുഃഖവും ഞെട്ടലുമാണ്. ഏതായാലും എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായെന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞാനന്ന് ആവശ്യപ്പെട്ടിരുന്നു, അല്ല മയക്കുമരുന്ന് മാഫിയ അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നുമല്ലേ? സ്വാഭാവികമായിട്ടും. അപ്പം ആയാലും മയക്കുമരുന്ന് മാഫിയായിട്ട് ഇടപെടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് ഇവിടെയല്ല, മറ്റെല്ലാ കലാലയങ്ങളും പരിശോധിക്കുക, കേരളത്തിലെ മുഴുവൻ കലാലയങ്ങൾ പരിശോധിക്കുക. അവിടെ എല്ലാം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ വലിയ ഒരു സ്വാധീനം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ഇത്രയേറെ ക്രിമിനൽ വാസന വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു 9-ാം ക്ലാസ്സുകാരൻ 8-ാം ക്ലാസ്സുകാരനെ കത്തിക്ക് കുത്തുന്ന വരെ സാഹചര്യമുണ്ടായി. അപ്പോൾ ഒന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് ഈ സ്കൂളിൽ നിന്നല്ല, എല്ലാ കലാലയത്തിലും ഇവിടെ ഒന്ന് മയക്കുമരുന്ന് മാഫിയയുടെ ഇടപെടലുണ്ടോ എന്ന് കർശനമായ അന്വേഷണം നടത്തണം. 2, അതോടൊപ്പം തന്നെ പോലീസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് കോമ്പൗണ്ടിൽ, സ്കൂൾ കോളേജ് കോമ്പൗണ്ടുകളിൽ ഇത് കർശനമായി നിരോധിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ആ വലിയ ഇടപെടലിൽ വിദ്യാർത്ഥികളിലേക്ക് അക്രമവാസനയും മറ്റ് പലതരത്തിലുള്ള അല്ലെങ്കിൽ കുഴപ്പങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ട് എത്തിക്കുന്നു എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാലും ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു കലാലയത്തിലും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കർശന നടപടി, അത് അധ്യാപകർ കൂടുതൽ കാര്യക്ഷമമായ ലഹരിക്കെതിരെ പല പദ്ധതികളും നടപടികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമായി വരുന്നില്ല എന്നുള്ളതായിരിക്കും ഈ കുട്ടികൾക്കിടയിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പല വാർത്തകളും വരുന്നത്. ലഹരിക്കെതിരെ ബോധവൽക്കരണം കാര്യമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലഹരി ഇവിടെ കുട്ടികളുടെ ഇടയിൽ വിതരണം കാര്യമായിട്ട് കാര്യക്ഷമമാക്കുന്നുണ്ട്. അതിനെതിരെ ഞാൻ പറഞ്ഞു, അധ്യാപകരും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും പൊതുസമൂഹവും ഉണർന്നു പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ക്രിമിനൽ സ്വഭാവത്തിൽ നിന്നും കുട്ടികളെ നമുക്ക് പുറകോട്ട് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അതാണ് അദ്ദേഹം ഇവിടെയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും ഇതിൻ്റെ ചെയർമാൻ എന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. ഇപ്പുറത്ത് ഒരു ക്രൈമാണെങ്കിലും കൊച്ചുകുട്ടികൾ തന്നെയാണ് അപ്പുറത്തും ഇതിൻ്റെ പ്രതിസ്ഥാനത്തും വരുന്നത്. ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് സമൂഹത്തിനാകെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം മുതിർന്നവർക്കിടയിലെ കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്നുള്ളത് സ്വാഭാവികമായി ഉയർന്നു വരുന്നു. പക്ഷേ ഈ പുതിയ തലമുറയ്ക്കിടയിൽ അത് വല്ലാതെ കൂടി വരുന്നു. ഇനി അടുത്ത ഒരു ജനറേഷൻ, ഒരു സമൂഹത്തെ നയിക്കേണ്ടവർക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഞെട്ടൽ ഉളവാക്കുന്നത് തന്നെയാണ്. എന്തായാലും പാലാ സെൻറ് തോമസ് സ്കൂൾ അധികൃതരൊക്കെ ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചത് അവർ വേണ്ട തരത്തിൽ നടപടിയെടുത്തു, പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട നടപടിയെടുത്തു എന്നൊക്കെയായിരുന്നു അവർ വിശദീകരിച്ചത്. കാരണം തുടക്കത്തിൽ തന്നെ സ്കൂള് വേണ്ട നടപടിയെടുത്തില്ല എന്നൊക്കെ രക്ഷിതാവ് ആരോപിച്ചിരുന്നു. ഇതിനൊക്കെ മറുപടിയുമായി അവർ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തതാണ്. ഇനി എന്തൊക്കെ കാരണമാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവെ പാലയിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് ഈ സ്കൂൾ മാത്രമല്ല, പൊതുവിൽ വിദ്യാലയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടത്, അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ പ്രത്യേകമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് പാലായിലുണ്ടായത്.